നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 9, 2026 വെള്ളി. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. യുഎന്നിന്റെ ഭാഗത്ത് നിന്നും 2026 വർഷത്തെ വേൾഡ് ഇക്കണോമിക് ഗ്രോത്തിന്റെ പ്രവചനം വരികയുണ്ടായി. മാത്രമല്ല, ഇന്നലെ രാത്രിയോടുകൂടി റഷ്യ വീണ്ടും ഉക്രൈന്റെ മുകളിലുള്ള ആക്രമണം അതിശക്തമാക്കുക തന്നെ ഉണ്ടായി. കൂടാതെ ഇന്ന് യുഎസിൽ നിന്നും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഇക്കണോമിക് ഡേറ്റകളുടെ റിലീസ് ഉണ്ട്. ഇവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. യുഎസിന്റെ വ്യാപാര നികുതിക്ക് മുകളിലുള്ള ആശങ്ക വർദ്ധിച്ചതിനെ തുടർന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ സെല്ലിംഗ് മൂലവും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ ഉണ്ടാകുന്ന വളർച്ചയും മാത്രമല്ല വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസിനെയും തുടർന്ന് തുടർച്ചയായി ഇന്നലെ അതിശക്തമായ ഇടിവ് ഇന്ത്യൻ മാർക്കറ്റിന് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് നിഫ്റ്റിക്ക് തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. മാത്രമല്ല, ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 3317.12 കോടി രൂപയ്ക്ക് സെല്ലിംഗ് അതിശക്തമാക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3701.17 കോടി രൂപയ്ക്ക് ശക്തമായ ബൈങ് നടത്തുകയും ഉണ്ടായി. മാത്രമല്ല, ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ബൈയിങ്ങുമാണ് ഇന്നലെ നടക്കുകയുണ്ടായത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMAയുടെ മുകളിലായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതായത് 25,900 എന്ന ലെവലിന് മുകളിലായിട്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ തുടർന്ന് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം 25,700 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. തുടർന്ന് 25,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ആയതിനാൽ തന്നെ ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. 2025 വർഷത്തില് വേൾഡ് ഇക്കണോമിക് ഗ്രോത്ത് 2.8% ആയിരുന്നെങ്കിൽ ഇന്നലെ യുഎന്റെ പുതിയ പ്രവചനം വരികയുണ്ടായി. 2026 വേൾഡ് ഇക്കണോമിക് ഗ്രോത്ത് 2.7% കുറവാണ് പ്രവചിക്കപ്പെടുകയും ഉണ്ടായത്. ഇന്നലെ, അതായത് വ്യാഴാഴ്ച വൈകുന്നേരം റഷ്യ ഉക്രൈനിലുടനീളം വ്യാപകമായ വ്യോമാക്രമണം നടത്തി ഒന്നിലധികം പ്രദേശങ്ങളിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും തകർക്കുകയുമുണ്ടായി. കുറഞ്ഞത് ഒരാൾ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വൈകുന്നേരം 5 മണിയോടുകൂടി ബാങ്ക് ലോൺ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിന്റെയും ഡിപ്പോസിറ്റ് ഗ്രോത്ത് ഇയർ ഓൺ ഇയറിന്റെയും റിലീസ് ഉണ്ട്. കൂടാതെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ റിലീസും നടക്കാനിരിക്കുന്നു. അതേസമയം തന്നെ ഇന്ന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. എസ്പെഷ്യലി യുഎസിൽ നിന്നും രാവിലെ 7 മണിയോടുകൂടി നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ ചൈനയിൽ നിന്നും ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. ഉച്ചയ്ക്ക് 12:30 ജർമ്മനിയിൽ നിന്നും നവംബർ മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡിന്റെ റിലീസ് നടക്കാനിരിക്കുന്നു. തുടർന്ന് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 7 മണിയോടുകൂടി യുഎസിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ ബിൽഡിംഗ് പെർമിറ്റ്സിന്റെയും ഹൗസിംഗ് സ്റ്റാർട്ട്സിന്റെയും കൂടാതെ ഒക്ടോബറിലെ ബിൽഡിംഗ് പെർമിറ്റ്സ് ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡിസംബർ മാസത്തെ നോൺ ഫാം പേറോൾസിന്റെയും മാത്രമല്ല അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെയും റിലീസ് നടക്കാനിരിക്കുന്നു. അതേസമയം തന്നെ കാനഡയിൽ നിന്നും ഡിസംബർ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ റിലീസുമുണ്ട്. ഇതിനെല്ലാം ശേഷം രാത്രി 8:30 യുഎസിൽ നിന്നും തന്നെ ജനുവരി മാസത്തെ മിഷിഗൺ കൺസ്യൂമർ സെന്റിമെന്റ്സ് പാരലൽ ഡാറ്റയുടെ റിലീസും വരാനിരിക്കുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഇവന്റുകൾ യുഎസിൽ നടക്കാനിരിക്കുന്നതിനാലും മാത്രമല്ല ഈ വരാൻ പോകുന്ന വീക്കെൻഡില് നിലവിൽ ഹീറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സുകൾ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ നിശ്ചയവുമില്ല. എങ്കിലും നമ്മൾ ഒരു മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഡെറിവേറ്റീവ്സിലൊക്കെ ഈ വീക്കെൻഡിൽ പൊസിഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ 2 പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുക. കാരണം തിങ്കളാഴ്ച ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കും മാർക്കറ്റിന്റെ ഗതിയെ സാരമായ രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങൾ വേൾഡ് മാർക്കറ്റിൽ സംഭവിച്ചേക്കാം. അതിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാമെങ്കിൽ കൂടിയിട്ടും ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ S&P 500 ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ നാസ്ഡാക്കിന് 0.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടൊരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ
മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം ആരംഭിച്ചപ്പോൾ കൊറിയൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയൊക്കെ വിലയിൽ 0.5% ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $62.37 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $58.11 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിലും നേരിയ ഇടിവ് നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. $4456.89 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR ഇന്നലെ ഉണ്ടായ അതിശക്തമായ ഇടിവിനെ തുടർന്ന് 0.51 എന്ന ലെവലിലേക്ക് അൾട്രാ ബെയറിഷ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ 26,000 എന്ന ലെവലിലും ഇന്നലെ ഉണ്ടായ അതിശക്തമായ ഇടിവിനെ തുടർന്ന് ലോങ് ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMA-കളുടെയും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMA-യുടെയും താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളേണ്ടതായിട്ടും വരികയുണ്ടായി. RSIയിലും അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് 44.11 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നതും. അതേസമയം 25,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ടും സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.95 എന്ന നിലയിലും മാക്സ് പെയിൻ 59,700 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിക്കും ഇന്നലെ നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുവാനുമായി RSIയില് നേരിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 56 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ടും സാധിക്കുക. 59,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ടും സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എൽകോൺ എഞ്ചിനീയറിംഗ് കമ്പനി Q3 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ 33% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 4.3% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല ജനുവരി 31 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീ നരസിംഹൻ രഘുനാഥൻ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തു നിന്നും രാജിവെക്കുകയുണ്ടായി. SML മഹേന്ദ്ര ഡിസംബർ മാസത്തെ സെയിൽസ് ഡാറ്റ കമ്പനി പുറത്തുവിടുകയുണ്ടായി. ഇയർ ഓൺ ഇയർ ബേസിസിൽ സെയിൽസിൽ 76.9% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ പ്രൊഡക്ഷനിൽ 39.1% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ഭാരത് ഫോർജ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത റോബോട്ടിക്സിന്റെയും ഇന്റലിജൻസ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന്റെയും മേഖല സംയുക്തമായി പരിവേഷണം ചെയ്യുന്നതിനായി ഭാരത് ഫോർജ് ജർമ്മനി ആസ്ഥാനമായുള്ള അജൈൽ റോബോട്ട്സ് SEയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് കമ്പനിയുടെ ജോയിന്റ് വെഞ്ചർ സ്ഥാപനമായ ആസ്ട്ര റഫേൽ കോംസിസിന് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് 275.27 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ആന്ധ്ര സിമന്റ്സ് പ്രൊമോട്ടറായ സാഗർ സിമന്റ്സ് ജനുവരി 9 അതായത് ഇന്നു മുതൽ 12 വരെ ആന്ധ്ര സിമന്റ്സിന്റെ 75 ലക്ഷം വരെ ഇക്വിറ്റി ഓഹരികൾ അഥവാ 8.14% വരുന്ന ഇക്വിറ്റി ഓഹരികൾ ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇത് ഏറ്റവും കുറഞ്ഞ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായിട്ടാണ്. ഓഫറിന്റെ അടിസ്ഥാന വില ഒരു ഷെയറിന് 72 രൂപയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതും. റെയിൽ വികാസ് നിഗം 201.2 കോടി രൂപയുടെ വാഗൺ POH വർക്ക്ഷോപ്പ് സ്ഥാപിക്കുന്നതിനായി ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്ന് കമ്പനിക്ക് പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. NHPC 2,000 കോടി രൂപയുടെ ഫണ്ട് സമാഹരണത്തിന് ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.